ഹലോ, നമസ്കാരം. ഇന്ന് ഞങ്ങൾ ഇവിടെ കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോൾ ഇന്നൊരു കേവ് കാണാൻ ഇറങ്ങിയതാണ്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെയാണ്. ഉള്ളിൽ കുഞ്ഞിപ്പണ്ണി വലിയ കെട്ടൊക്കെ എടുത്തോണ്ടാണോ പോകുന്നത്? ആണോ? ഇവിടുന്ന് ഒരു 1/2 കിലോമീറ്റർ നടക്കാനുണ്ട്. ഇതൊരു ഫോറസ്റ്റിൻ്റെ നടുവിലാണ്. ചുറ്റും മലനിരകളും പാറക്കെട്ടുകളും ഒക്കെയുള്ള ഒരു സ്ഥലമാണ്. ആ ഫോറസ്റ്റിൻ്റെ നടുവിൽ ഒരു താഴ്ന്ന ഒരു പ്രദേശത്ത് ഒരു മലയുടെ അടിയിലാണ് ഈ ഗുഹ, ഈ കേവ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ വാഹനം പാർക്ക് ചെയ്ത് ഞങ്ങളെല്ലാവരും നടന്ന് ഒരു 1/2 കിലോമീറ്റർ നടന്ന് വേണം കേവിൽ എത്തിപ്പെടാൻ. അപ്പോൾ അവിടുന്ന് ഒരു 400 മീറ്റർ ഉണ്ട് ഈ കേവിൻ്റെ ദൂരം, ഈ ഗുഹയുടെ ദൂരം വരുന്നത്. യാരംഗോബലി കേവ്. അല്ല, അത് പൈനാ. പൈന അതാ ഇവര് വെച്ച് പിടിപ്പിക്കുന്നത്. പാമ്പ് കാണും. ഇത് ഫോറസ്റ്റ് അല്ലേ? ഫോറസ്റ്റ് അല്ലേ? കാലം തന്നെ നോക്കി പോണേ. കെയർഫുൾ നേഹ. ക്യാമറ കാലൊക്കെ തന്നെയാ താഴേക്ക് ചെന്തമ്പോ. താഴോട്ട് നല്ല കൊക്ക. താഴെ ചെറിയ ചെറിയ ഗുഹകളുണ്ട് കേട്ടോ. നല്ല കുഴിയാണ്. യൂക്കാലിയൊക്കെ തീ പിടിച്ചിട്ട് അന്ന് കത്തിയതാണ്. യൂക്കാലി ആയതുകൊണ്ട് കുറേയൊക്കെ കൊളുത്ത് വരുന്നുണ്ട്. ഇവിടെ ഈ മലയെല്ലാം കംപ്ലീറ്റ് തീ പിടിച്ചിരുന്ന സ്ഥലമാണ്. ഇത് നല്ല കൊക്കയാണ് കണ്ടോ. ഇതിൻ്റെ താഴെക്കൂടെ ഒരു നദി ഒഴുകുന്നുണ്ട്. ഇതാണ് കേവിൻ്റെ എൻട്രൻസ്. ഇവിടെ ഈ കാണുന്ന ഒരു കേവും ഇവിടുന്ന് റൈറ്റിലോട്ട് ഒരു കേവുണ്ട്. 2 എണ്ണമാണ് ഉള്ളത്. അത് റൈറ്റിലോട്ടുള്ളതിന് 400 മീറ്റർ നീളമുണ്ട്. രണ്ടിനും 400 മീറ്ററാണുള്ളത്. അത് നേരെ കാണുന്ന റൈറ്റിലോട്ടുള്ളതാണ് വലുത്. അപ്പോൾ അതിലോട്ടാണ് ഇപ്പം ഞങ്ങൾ കയറാൻ പോകുന്നത്.
ഇതാണ് റൈറ്റിലോട്ടുള്ള കേവ്. ഇതിലോട്ടാണ് ഉള്ളിലോട്ട് കയറുന്നത്. ഇപ്പോൾ ആദ്യമേ കയറുമ്പോൾ തന്നെ വലിയ ഒരു ഗുഹാമുഖമാണ്. അതിൻ്റെ മേൽഭാഗത്ത് കാണുന്ന ഒരു ഹോളാണ് ആ മേലെ കാണുന്നത്. ആ പാറക്കെട്ടിനിടയ്ക്ക് ഒരു ഗ്യാപ്പുണ്ട്. നല്ല ഭയങ്കര ഹൈറ്റാണ്. വീഡിയോയിൽ എത്രമാത്രം മനസ്സിലാകുമെന്ന് അറിയില്ല. ഇവിടുന്നാണ് കേവിലോട്ട് കയറുന്നത്. ഇവിടുന്ന് 400 മീറ്റർ ചെന്ന് കഴിയുമ്പോൾ നമ്മൾ ഏതാണ്ട് കാർ പാർക്ക് ചെയ്ത ആ ഏരിയയിൽ വന്നാണ് അവസാനിക്കുന്നത്. അപ്പോൾ ഇനി കുറെ പേർക്കാണേലും പണ്ട് കാലത്ത് താമസിക്കായിരുന്നല്ലോ, അല്ലേ? നല്ല തണുപ്പാ. സമ്മറിലും തണുപ്പുണ്ടായിരിക്കും അല്ലേ? ഉണ്ട് തണുപ്പാ. സമ്മറിൽ അവിടെ വരാൻ നല്ലത്. സ്വർണം കിട്ടുകയായിരുന്നല്ലേ? ഇത് അകത്തോട്ട് എല്ലാം നല്ല കാഴ്ചകളാ. കണ്ടോ കേവിന്റെ ഉൾഭാഗം കണ്ടോ? എന്തോ വലിപ്പമാന്ന് നോക്കി. നടുവിൽ വലിയൊരു ഹോളും ഉണ്ട്. മഴ പെയ്യുമ്പോൾ നല്ല രസമായിരിക്കും. അത് 10 ഡിഗ്രിയാന്നാ പറഞ്ഞേ. 10 ഡിഗ്രി ആണെന്ന് പറഞ്ഞാൽ ഉള്ളിൽ തണുപ്പ് കഠിനമായിരിക്കും. പാറക്കെട്ടാകുമ്പോ ഇന്ന് വെയിലുള്ളതുകൊണ്ട് 10 പറഞ്ഞേ, അല്ലെങ്കിൽ ഇത് കൂടുതൽ. അത് ഈ വെള്ളം ഒലിച്ചിറങ്ങിയിട്ട് ഇത് ചുണ്ണാമ്പ് കല്ല് പോലൊക്കെ ഇരിക്കുന്നു. ഒലിച്ചിറങ്ങി അത് അവര് സിമെന്റ് സ്പ്രേ ചെയ്തേക്കുന്നതാണോന്ന് അറിയത്തില്ല. കേവിൻ്റെ ഉള്ളിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. വീഡിയോ കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. കേവിനുള്ളിൽ ഐസ് പോലെ തൂങ്ങിക്കിടക്കുന്നുണ്ടോ? വീഡിയോ ലൈറ്റ് ഇതിനകത്തുള്ളതേ കിട്ടുന്നുള്ളൂ. ഇതേപോലെ സ്റ്റെപ്പാണ്, വെള്ളം ഒഴുകുന്ന സ്റ്റെപ്പുണ്ട് കേവിനകത്തൂടെ. നനഞ്ഞ സ്റ്റെപ്പാണ്. ഇതിങ്ങനെ കയറിപ്പോണം. നല്ല കയറ്റോ. അതേപോലെ സ്റ്റെപ്പ് കയറി കയറി വേണം പോവാൻ. ഇതിനകത്തെ കാഴ്ചകൾ
ഇവിടെ എല്ലാം നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ. ഒരു 3 മീറ്റർ. ഇതിനകത്തോട്ടൊക്കെ ചെറിയ ചെറിയ ഹോളുകളുണ്ട്, വേറെ ഉണ്ട്. ഇടുങ്ങിയ വഴികളാണ്. ഇവിടെയൊക്കെ ഹൈറ്റ് കുറവാണ്. ഇവിടെയൊക്കെ ഹൈറ്റ് കുറവാണ്. ഉറവയുണ്ട്, മുകളിൽ നിന്ന് വെള്ളം വീഴുന്നുണ്ട്. ഇത് സ്റ്റെപ്പ് മുകളിലോട്ട് സ്റ്റെപ്പാണ്. ഇതിൻ്റെ എല്ലാ അകത്തോട്ടും ഇതുപോലെ വലിയ വലിയ ഹോളാണ്. തുടക്കം മുതൽ അവസാനം വരെ ഇതുപോലെ സ്റ്റെപ്പാ. കയറി വരുമ്പോൾ ഇതിൻ്റെ അടിയിൽ വീഡിയോയിൽ എത്രമാത്രം ക്ലിയർ ആവുമെന്നറിയില്ല. ഇതിനകത്ത് വലിയൊരു ഹോള് പോലെ. ആരും മോശമല്ലല്ലോ, എല്ലാവരും നല്ല സ്പീഡിൽ പോകുന്നുണ്ടല്ലോ. ഇവിടൊക്കെ നല്ല ഹൈറ്റാണ്. ഇവിടെ നല്ല ഹൈറ്റാണ്. ഒരു 3 മീറ്ററിന് മുകളിൽ ഹൈറ്റുണ്ട്. 3ഉം 5ഉം ഒക്കെ ഉള്ള സ്ഥലമുണ്ട്. ഇനി നല്ല ഇറക്കമാണ്. ഇത്ര നേരം കയറ്റമായിരുന്നു, ഇപ്പം നല്ല കുത്തിറക്കോ. എല്ലാം നല്ല ഹൈറ്റിലാണ്. 8-10 മീറ്ററൊക്കെ ഹൈറ്റുണ്ട്. ഇവിടെ എല്ലാം പാറക്കെട്ടുകളുടെ ാണ്. ഇത്ര ലൈറ്റേ ഉള്ളൂ, അതാണ് പ്രശ്നം. സ്റ്റെപ്പ് ഇറങ്ങിപ്പോ ഇനി വീണ്ടും കയറ്റമാണ്. കുഞ്ഞു കുട്ടികളെല്ലാം ഉണ്ട്. എല്ലാവരും നല്ല ഉഷാറായിട്ട് തന്നെ ഇതിനകത്തൂടെ കയറി പോകുന്നുണ്ട്. കണ്ടോ, നിങ്ങൾ ഗുഹയെന്ന് വിചാരിച്ചപ്പോൾ ചെറിയ വേണ്ടോ 10 വിചാരിച്ചല്ലേ?
ചെറിയ പൊത്താന്ന് വിചാരിച്ചു. ഇത് അങ്ങ് എൻ്റെ ചെന്നിട്ട് നമ്മൾ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ചെറിയൊരു ഹോളാ. ഇവിടെ എല്ലാം നല്ല ഹൈറ്റ് ഉണ്ട്. ഇനിയിപ്പോൾ കയറ്റമാണ് കയറുന്നത്. ഇത്ര നേരം ഒരു കയറ്റം കയറി ഒരു ഇറക്കം ഇറങ്ങി വീണ്ടും കയറ്റമാണ്. നല്ല കുത്ത് കയറ്റമാണ് കയറിപ്പോകുന്നത്. ഇനി മലയാറ്റൂര് പോയില്ലെന്നുള്ള വിഷമം വേണ്ട. ആ മുകളിലോട്ട് കയറണം. മുകളിലോട്ട് കയറിയാൽ പുറത്തോട്ടാ. ഇല്ല, അവിടെ പോകാനില്ല. അവിടെ ഒരു കണ്ടച്ച് വരാനേ ഉള്ളൂ. ആ ഇതിന്റെ എൻഡ് കെട്ടിട്ട് പോവുള്ളൂ അല്ലേ? ഇവിടെ പുറത്തോട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഇതുകൊണ്ട് ഇത് ഭയങ്കര ഹൈറ്റാ. ഇത് ഭയങ്കര ഹൈറ്റാ. മുകളിലോട്ട് കുറെ ജസ്റ്റ് കറങ്ങി വന്നു മാത്രം. ഇതൊക്കെ ആവശ്യം വന്ന ഒരു പഞ്ചായത്തിലുള്ളവർ കയറി ഇരിക്കാനുള്ള സ്ഥലമുണ്ട്. ഒരു പഞ്ചായത്തുകാർക്ക് മൊത്തം കയറി സുരക്ഷിതമായിട്ട് കയറി ഇരിക്കാനുള്ള സ്ഥലമുണ്ട്. ഇത് താഴ്ചയുണ്ടല്ലേ? ഇതിവിടെ നിന്നുള്ള ഒരു കുഴിയാണ് കാണുന്നത്. അത് കല്ലിനടക്കൂടെ അങ്ങോട്ട് ഉറവ് പോലെ ചെളി ഇറങ്ങിയിരിക്കുന്നതാണ് അല്ലേ? വെള്ളം വന്നപ്പോൾ ഇറങ്ങിയതാണ്. ഇതിന്റെ ഹൈറ്റ് കാണാൻ പറ്റുമോ? ഭയങ്കര ഹൈറ്റാ. ഇനി ഇറക്കമാണ്, കുത്തിറക്കം. ഇതുണ്ടോ, നല്ല ക്രിസ്റ്റല് പോലാണ്. ഇത് വെള്ളം ഒലിച്ചിറങ്ങി ഉണങ്ങിയിരിക്കുന്നതാണ് ഇതേപോലൊക്കെ. കല്ലുകൾ പാറകളിലൊക്കെ തിളങ്ങുന്നുണ്ടോ? ഇല്ല, ഇനി ഗോൾഡാണോ സിൽവർ ആണോ എന്നൊന്നും അറിയത്തില്ല. ഇവിടെ ഹൈറ്റ് കുറവാണ്, കുറച്ച് പോവാം. പിന്നെയും കയറ്റമാണ്.
Why? കുഞ്ഞാപ്പ പിടിക്കണ അവനെ ഇവിടെ തലടിക്കണ്ടോ കല്ല് കുട്ടിക്കളഞ്ഞുണ്ടോ അവിടെ ഇനി പുറത്തോട്ട് ഇറങ്ങുമോ അല്ലേ? ഇനി ചെറിയ ഒരാൾ പൊക്ക ഹൈറ്റുള്ള ഒരു ഹോളാണ്. ഇതിൽ കൂടെ ഈ പുറത്തോട്ട് പോവാണ് സ്റ്റെപ്പ് കയറി. കൈ പിടിച്ച് കയറിക്കോട്ടെ എല്ലാവരും. നല്ല ഹൈറ്റാണ്. കൊച്ചിനെ തല കൊണ്ടാണ്ട് പിള്ളേരെയൊക്കെ സൂക്ഷിച്ചാണ് പിടിച്ചോണ്ട് കയറി. ഒരു പ്രത്യേക സ്റ്റെപ്പുള്ളത്. ആ അത് കുത്ത് കയറ്റാം. അതുകൊണ്ട് അങ്ങനെ വെച്ചേക്കുന്നത്. അടഞ്ഞു പോയോ? ഇതുണ്ട് കുത്ത് കയറ്റാവുന്ന സ്റ്റെപ്പ്. ദൂരെ സ്റ്റെപ്പ് വെച്ചിരിക്കുക. അടിപൊളി അടിപൊളി അടിപൊളി. നല്ല എക്സസൈസാ. അയ്യോ അങ്ങനെ എക്സിറ്റിലോട്ട് ഇറങ്ങി. ഗേറ്റ് വാൻ വെള്ളം തിരിച്ചു ചേട്ടാ. അയ്യോ അത് കളഞ്ഞു. എല്ലാവർക്കും പേ പിടിച്ചോന്നൊരു സംശയം. അതുപോലെ ചണക്കെ നടക്കുന്നത്. ഇതിപ്പോ നമ്മുടെ കാർ പാർക്കിങ്ങിന്റെ ഇവിടെ വേറെ രണ്ടൊന്നുണ്ട് ഇവിടെ. ഇതാ വലുത്. അപ്പുറത്തെ സെയിമാ. കേവിനുള്ളിലും പുറത്തുമൊക്കെ സാമാന്യ തണുപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് എല്ലാവരും നടന്ന് ക്ഷീണിച്ച് നല്ലപോലെ വിശന്നാണ് വന്നിരുന്നത്. എല്ലാവരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ലിജിയും ഷേർലിയും ഒക്കെ കേവിനകത്ത് കയറാൻ പേടിയായതുകൊണ്ട് അവർ വണ്ടിയിൽ ഇരിക്കുകയായിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും താങ്ക് യു.